നമസ്കാരം. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ഡേ 5, അതായത് മാർച്ച് 14 നടന്നിട്ടുള്ള കുറച്ച് ലൈവ് കണ്ടത് ഇവളാണ്. എപ്പിസോഡ് ഞാനും കണ്ടു. ലൈവ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല, അവിടെ ഇവിടെയൊക്കെ കണ്ടു. ഇവള് കംപ്ലീറ്റ് ഫുൾ ലൈവ് കണ്ടു. ഓക്കെ, അപ്പോൾ ലൈവ് എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചെറിയ റിവ്യൂ ആണ് കേട്ടോ. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചാനൽ കഴിഞ്ഞ സീസൺ 4ഉം 5ഉം ഒക്കെ കാണും. 4 ഇല്ലല്ലോ അല്ലേ? 5 കാണുന്നവർക്കറിയാം, ഞങ്ങൾ 2 പേരാണ് ബിഗ് ബോസ് റിവ്യൂ ചെയ്തിരുന്നത്. ഇപ്രാവശ്യം ചെറിയൊരു ചേഞ്ച് വരുത്തി. കാരണം വെച്ചാൽ ഒരു ചാനൽ എക്സ്ട്രാ തുടങ്ങിയിട്ടുണ്ട് ഇവള് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ടോക്ക് ട്യൂബേഴ്സ്, ഞാൻ എൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പിന്നെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് വെച്ചാൽ ഇനി ലൈവ് ഇവൾ ഫുള്ള് കാണുന്നു, അതിലുള്ള ലൈവ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അവളുടെ ചാനലിലൂടെ തരും. ഈ ഗോപ്രോ മച്ച എന്ന് പറഞ്ഞ ചാനലിലൂടെ അതിൻ്റെ നെക്സ്റ്റ് ഡേ, ഇപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി വീഡിയോ ചെയ്യുന്നു, മാർച്ച് 14 അന്നത്തെ ഡേ പ്ലസ് അതിന് എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് അപ്പ്, നമ്മുടെ ഒരു കീ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഇത് ഒരു അഭിപ്രായ വീഡിയോ ജസ്റ്റ് ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടികളിൽ കിടക്കാം. നമ്മൾ കവർ ചെയ്യുന്നത് പറഞ്ഞാൽ സുരേഷിൻ്റെ രാവിലെ തൊട്ട് അടി മുതൽ രാത്രി നമ്മുടെ ജാസ്മിൻ ജബ്രി. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഈ സീസൺ കഴിഞ്ഞ കുറെ സീസണിലെ 4ഉം 3ഉം ഒക്കെ ഈ എല്ലാ സീസണും കൂടി ഒരു കൂട്ടിക്കുഴഞ്ഞ സീസൺ പോലെയാണ്. ഞാൻ ഫസ്റ്റ് എൻ്റെ നമ്മുടെ റിവ്യൂ ചെയ്ത സമയത്ത് തന്നെ ഞാൻ എൻ്റെ റിവ്യൂവിലും പറയുന്നു. കാരണം വെച്ചാൽ പല ആൾക്കാരും ഇപ്പോൾ ഈ 1, 2, 3, 4, 5 എന്നുള്ള എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും സ്വഭാവങ്ങളും അവർ കളിച്ചുള്ള കാര്യങ്ങളും അവരുടെ ഫെയിലിയേഴ്സും സക്സസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇപ്രാവശ്യം ആൾക്കാർ ഒരു അവിയലായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? എല്ലാവരും കളി പഠിച്ച് എല്ലാവരും എന്തൊക്കെയോ ചെയ്യണം എന്നുള്ളൊരു ഇതില്. പക്ഷെ ആരോടും നമുക്ക് പ്രത്യേക ഇഷ്ടമൊന്നും തോന്നി തുടങ്ങിയിട്ടില്ല, തോന്നി തുടങ്ങണമില്ല. കാരണം എല്ലാവരും ഗെയിം എല്ലാവരും ഒരുതായ ഗെയിം. പക്ഷേ എന്ന് വെച്ചാൽ കുറേ ശബ്ദം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലൊരു ഗെയിം പോലെയായിട്ട് എനിക്ക് അല്ലേ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. കുറേ ഭയങ്കര അടിപിടി ഉണ്ടാക്കുന്ന രീതിയിൽ. വാട്ടെവർ അത് അവർ ഗെയിമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഞങ്ങളെ ഈ നമ്മുടെ ഇതിൽ പറയുമല്ലോ, എന്ത് തുടങ്ങുന്നതിന് മുന്നേ ഗണപതിക്ക് കൊടുത്തിട്ടെന്ന് പറയും. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ആചാരം പോലെ തുടങ്ങാം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ എപ്പിസോഡ് 6 കംപ്ലീറ്റ് ആയിട്ട് രതീഷിനെ സ്മരിച്ചുകൊണ്ട് ഇപ്രാവശ്യത്തെ രതീഷാണ് മെയിനായിട്ട് അതിൽ. അയാളെ പക്ഷെ സമ്മതിക്കും വേണം. അയാളുടെ ക്യാരക്ടർ അങ്ങനെയാണോന്ന് അറിയില്ല, പക്ഷെ ലൈവ് കാണുന്നവർക്കറിയാം ഫുൾ ടൈം എന്താ പറയാ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് കുറെ മേക്കപ്പ് ഒക്കെ ഒന്ന് ജാൻമണീനെ കൊണ്ട് സ്വയം മുഖത്ത് കുറെ മേക്കപ്പ് ഒക്കെ ഇടിച്ച് ആ മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ടാണ് ഫുൾ ടൈം നടന്നിരുന്നത്. അതും എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്ത് ഓരോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം റിയാസ് ഇറിറ്റേറ്റ് ചെയ്തെങ്കിലും കുറച്ചൊരു ഗ്യാപ്പ് റിയാസ് ഉണ്ടായിരുന്നു അല്ലേ? റിയാസ് ഇറിറ്റേറ്റ് ചെയ്തതൊരു വേറെ ലെവലായിരുന്നു, വേറെ ലെവൽ സ്റ്റാൻഡേർഡ് അല്ല, വേറെ ലെവൽ ഇറിറ്റേഷൻ. ഭയങ്കര പ്ലെയർ ആയിരുന്നില്ലേ? അതെ, ഇത് എന്താ വെച്ചാൽ ഇത് അവിടെ മാത്രമല്ല നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. അയാൾ പോരുത്, അയാള് അത്രയും കഷ്ടപ്പെടുന്നുണ്ട് സൗണ്ട് പോയിട്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിലും. അപ്പൊ രതീഷാണ് ക്യാമറ സ്പേസ് കംപ്ലീറ്റഡ്, സ്ക്രീൻ സ്പേസ് കംപ്ലീറ്റഡ് കൊണ്ടുപോകുന്ന രതീഷാണ്. രതീഷിനോട് നല്ലോണം അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്, എല്ലാവരും നന്നായി പ്രതികരിക്കുന്നുണ്ട്. എല്ലാവരും രതീഷിനെതിരെ സംസാരിക്കണം, പക്ഷെ രതീഷിന് ആവശ്യം അതാണ്. ഈ പൊട്ടന്മാർ അതന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. സംസാരിച്ചോണ്ട് രതീഷ് എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് മിണ്ടാതെ പോയി ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഒരു ക്യാമറയോട് സംസാരിക്കില്ല. രതീഷ് പ്രൊവോക്ക് ചെയ്തിട്ടും മറ്റവരോട് സംസാരിച്ചിട്ടും ആവശ്യത്തിനൊക്കെ എല്ലാത്തിനും കൂടി സംസാരിച്ചത്. ആ മീറ്റിംഗ് ഉണ്ടായ കാര്യം പറയൂ. മീറ്റിംഗ് ഉണ്ടായി. അപ്പോൾ രാവിലെ അപ്പോൾ ഓരോ കാര്യങ്ങൾ വെച്ച് പോകുമ്പോൾ രാവിലെ അങ്ങനെ പറയില്ല പറഞ്ഞാൽ സുരേഷിൻ്റെ ഒരു ഇഷ്യൂ അല്ലേ? രാവിലെ രതീഷിനായിട്ടുള്ള ആ ഒരു പവർ ഹൗസ് റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടായി. അത് പിന്നെ അതല്ല സംഭവം ഫസ്റ്റ് ഉണ്ടായത് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡാണോ കണ്ടത്? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് സുരേഷ് ഇഷ്യൂ വിത്ത് പവർ എപ്പിസോഡ് മാറിയോ? കുഴപ്പമില്ല. ഞാൻ ഇത് എന്ന് എഴുതിയതാണിത്. സത്യം പറഞ്ഞാൽ എനിക്ക് മിസ്സായിട്ടോ, കിളി പാറ തോന്നുന്നുണ്ട്. ഓക്കെ, അല്ല പോട്ടെവർ. സംഗതി ഒന്നല്ല, രതീഷ് ഇഷ്യൂ സുരേഷ് അല്ല, എഴുതിച്ച് തെറ്റിപ്പോയതാ. ശ്രീരേഖയുടെ ഇഷ്യൂ. ശ്രീരേഖ ഒന്നൊന്നൊരു ആക്ടിങ് ആട്ടോ ബിഗ് ബോസിൽ. എന്റെ അമ്മ എന്താ ആറ്റിറ്റ്യൂഡ്, എന്തൊക്കെയൊരു ആക്ഷനാ പറയുന്നത്. സംസ്ഥാന ചലച്ചിത്ര ഭാവങ്ങളൊക്കെ മിന്നി പറയാം മുഖത്ത്. പക്ഷെ അവരങ്ങനെയാണോ ഭാവം? ഞാൻ ഫസ്റ്റ് ഈ ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എപ്പിസോഡിൽ ലാലേട്ടനെ തന്നെ ഒരുമാതിരി നാഗവല്ലിയൊക്കെ നോക്കണവർ മറ്റേ ഈ പുരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ടൊക്കെ ഞാൻ പറഞ്ഞ ലാലേട്ടൻ. പക്ഷെ അതല്ല, ഇത് ബിഗ് ബോസ് ഹൗസിൽ ഭയങ്കര നാടകം പോലെയാണ് തോന്നുന്നത്. ശ്രീരേഖയുടെ ആക്ടിങ് കണ്ടാല് ശ്രീരേഖ അങ്ങനെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ, ഞാനൊരു സംഭവം എന്നുള്ള പോലെ കേട്ടോ കാണിക്കണം. അതിനനുസരിച്ച് ആൾക്കാർ നിന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ റോക്കി അല്ല എന്നൊക്കെ ഇന്നിപ്പോ സത്യത്തിൽ എന്താ വെച്ചാൽ രാവിലെ രതീഷിന്റെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, രതീഷിനെ അനാവശ്യമായിട്ട് വീണ്ടും ഇവര് സത്യം റോക്കി പറഞ്ഞ വളരെ കറക്റ്റാ. അതായത് ഇവര് രതീഷിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ രതീഷിനെ പൊക്കി വിടണ പോലെ ഉണ്ടേ.
എനിക്ക് വേറൊരു സംഗതി സംശയമുണ്ട് വിധു. ഈ രതീഷ് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ ചെന്നിട്ട് ഒരു 1-to-1 ടോക്കായിട്ട്, അതായത് രതീഷിനോട് ഡയറക്റ്റായിട്ട് രതീഷ് മറ്റുള്ള ആൾക്കാരോട് മുട്ടാതെ ശ്രീരേഖനോട് മാത്രം സംസാരിച്ചൊരു കോൺവെർസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രീരേഖ നടക്കുന്ന പോലെ ഞാൻ കണ്ടിടത്തോളം. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ലൈവ് കണ്ടിട്ടില്ല. ചിലപ്പോൾ അങ്ങനെയാവും. കാരണം ഇന്ന് എന്താണെന്ന് വെച്ചാൽ പവർ ടീമിലുള്ള ആൾക്കാർക്ക് ബിഗ് ബോസ് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ബോർഡ് കൊടുത്തു. ആ ബോർഡിൽ എന്താണ് ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ആ കാര്യം എഴുതിയിട്ട് എന്ത് വേണമെങ്കിലും അവരെ കൊണ്ട് ഇവർക്ക് ചെയ്യിപ്പിക്കാം. ഇപ്പം ശ്രീരേഖ ഫസ്റ്റ് തന്നെ ചെയ്യിപ്പിക്കാൻ പോയത് നമ്മളെ രതീഷിനെ ഒരു ഭാഗത്ത് മൂലക്കിൽ കൊണ്ടുപോയിട്ട് ഇരുത്തണം. എന്നിട്ടൊരു പ്രസ്താവന നടത്തി, ബിഗ് ബോസ് ഹൗസിൽ മറ്റുള്ളവർക്ക് രതീഷ് കാരണം കളിക്കാൻ പറ്റുന്നില്ല, രതീഷ് ഫുൾ സ്പേസ് കൊടുക്കണം, അതുപോലെ അത്. അപ്പൊ റോക്കി നല്ല ബുദ്ധിപരമായിട്ട് പറഞ്ഞു കേട്ടോ, ഇതിപ്പോ നിങ്ങൾ ചെയ്തത് അവരെ പൊക്കി വിടുകയാണെന്ന്. പക്ഷെ അതിൽ വേറെ ആരും പ്രതികരിച്ചില്ല, റോക്കിക്ക് സപ്പോർട്ട് ചെയ്ത് പ്രതികരിച്ചില്ല. റോക്കി നല്ല ഗെയിമറാണ്, റോക്കി ഒന്ന് ശ്രദ്ധിക്കണം. പക്ഷെ റോക്കിയുടെ വായിന്ന് ആവശ്യമില്ലാത്തത് വരാതെ നോക്കിയാൽ റോക്കി നല്ല ഗെയിമറാണ്, കാരണം വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അപ്പൊ ശ്രീരേഖ എന്നിട്ട് ഇന്ന് രാവിലെ സ്റ്റോറി മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞാൽ അവരവരെ കുറിച്ച് പറയാൻ സുരേഷും റോക്കിയും പിന്നെ ആരായിരുന്നു നൂറ് ഇവർ 3 പേരുമാണ് അവരെ ലൈഫിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ റോക്കിയുടെ വീടിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. 7,000 അല്ലേ, അതെന്താ അറിയോ, 7,000 സ്ക്വയർ ഫീറ്റ്. വീഡിയോ ഒന്നും ചെയ്തില്ല. ഞാൻ സത്യം പറഞ്ഞ വീഡിയോ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ആ വീടിന്റെ കഥ വെച്ചിട്ട് ഞാനൊരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആ ഒരു വീഡിയോ നോക്കി അറിഞ്ഞത് മുന്നത്തെ വീഡിയോ അല്ല. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഇന്നിപ്പോ നമ്മൾ ജസ്റ്റ് ആ വീഡിയോ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറയാം. അപ്പൊ അതിന്റെ ആ 7,000 സ്ക്വയറിന്റെ വീടാണ്. അയാൾ കഷ്ടപ്പാടൊന്നും പറഞ്ഞില്ല, അയാൾ അടിപൊളിയായിട്ട് ജീവിക്കാൻ കഷ്ടപ്പെട്ടിട്ടുള്ളത് വേണ്ട വെച്ചിട്ട് അയാളുടെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. ശ്രീരേഖ അത് ഈ മീറ്റിങ്ങിൽ റോക്കിയിട്ട് വാക്കുതർക്കം വന്നപ്പം ശ്രീരേഖ അത് വിളിച്ചു പറഞ്ഞു, നീ 7,000 സ്ക്വയർ ഫീറ്റിൽ വീട്ടിലൊക്കെ താമസിച്ചിട്ട് ശ്രീരേഖ അത് പറയാൻ പാടില്ല, ആ രീതിയിൽ പുറത്തെ കാര്യങ്ങൾ. അപ്പൊ പറഞ്ഞു, എന്റെ വീടിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്തിനാ പറയണേ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അത് ഇവിടെ പറഞ്ഞ കാര്യം തന്നെയല്ലേ, ഇവിടെ പറഞ്ഞ അയാൾ വീടിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്, അത് ഭയങ്കര മോശമായി ശ്രീരേഖ പറഞ്ഞു. അതും ആരും വലിയ ഇഷ്യൂ, കഴിഞ്ഞ പ്രാവശ്യത്തെ സീസണൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഇഷ്യൂ. വേറെ കാര്യം ഇപ്രാവശ്യം ഇവർക്ക് കയറി പിടിക്കാനുള്ള ഒരുപാട് ഇഷ്യൂസ് അതിനുള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ രതീഷിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്, ഇപ്പൊ ജാൻമണിയുടെ റിലേറ്റഡ് ആയിട്ട് രതീഷ് ശരിക്കും പിടിക്കാൻ എത്രത്തോളം ആട്ടിന്റെ മാത്രമല്ല, ജാൻമണിയുടെ ആട്ടം ഓവറാണ്. പക്ഷെ ഞാൻ പറയാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ജാൻമണിയുടെ കേസ് ആണെങ്കിലും അതൊക്കെ കയറി പിടിക്കാനുള്ള ചാൻസ് ആയിരുന്നു. ജാൻമണിനെ ആരും കയറി പിടിക്കില്ല, കാരണം എന്താ വെച്ചാൽ ജാൻമണി ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, അവർക്ക് അത്രയധികം കോൺടാക്ട്സ് ഉണ്ടെന്ന് അറിയാം. ഈവൻ രതീഷ് ആണെങ്കിൽ പോലും ഫസ്റ്റ് അവരോടുള്ള ആറ്റിറ്റ്യൂഡ് പിന്നീട് മാറ്റാനുള്ള റീസണും ഈവൻ മറ്റേ സ്ത്രീയുടെ പേരെന്താ അപ്സര ഈ ഒരു അപ്സര ആ സീരിയൽ മറ്റേ കുഴപ്പമില്ലാത്തൊരു ഗെയിമറാണ്. അപ്സര ഗെയിമറാണ്. വേറെ സംഭവം ഉണ്ടായി. അപ്സര ഫസ്റ്റ് ഈ ജാൻമണി ഇഷ്യൂവിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് രതീഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് എന്താ ഉണ്ടായി, ഇവരുടെ ഈ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ അവർ ഇന്റർവ്യൂ പറഞ്ഞതിന് ശേഷം ഇവർ നേരെ പോയി ഉൾട്ടടിച്ചു. കാരണം വെച്ചാൽ അവർക്കുള്ള സുരേഷൊക്കെ ഭയങ്കരമായിട്ട് ജാൻമണിനെ സപ്പോർട്ട് ചെയ്തു. ശരിക്കും ജാൻമണിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ള സപ്പോർട്ട് ചെയ്യണം. അത് അങ്ങനെ രതീഷിന് മാത്രം ഒരു അറിവില്ലാണ്ട് എന്തൊക്കെയോ പറഞ്ഞതാ. ചിരിയും വരുന്നുണ്ട്, കുറെ പെട്ടിയെടുത്ത് ഇറങ്ങിപ്പോയി, തിരിച്ചു വന്നു. കോമാളി കളി പറഞ്ഞ ഞാൻ കോമാളി വഷളം എന്നൊക്കെ നമ്മൾ പറഞ്ഞത്, പക്ഷെ ഉളുപ്പില്ല എന്നല്ല പറയുക. ഇത് ബിയോണ്ട് എനിക്ക് തോന്നുന്നു അയാൾ റിയൽ ലൈഫിൽ ഇങ്ങനെ ആയിരിക്കും തോന്നുന്നില്ല കേട്ടോ. കാരണം റിയൽ ലൈഫിൽ ഒരിക്കലും ഒരു മനുഷ്യൻ ഇങ്ങനെ ആകാൻ പറ്റും തോന്നുന്നില്ല അല്ലേ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ആ ഒരു കാര്യത്തിൽ ഇപ്പൊ ഒന്നും വേണ്ട, തിരിച്ച് ആ പെട്ടിയും കൊണ്ട് തിരിച്ചു വരുമ്പോൾ പറഞ്ഞൊക്കെ ചെയ്യും. ചെയ്തിട്ട് അവസാനം അവരോട് പറയും, എങ്ങനെയുണ്ട് എന്റെ ഗെയിം, നന്നായിട്ടില്ലേ, അതും പറഞ്ഞു കൊടുക്കും. എങ്ങനെയുണ്ട് എന്റെ ഗെയിം, ഇത് കണ്ടില്ലേ, അടിപൊളിയായില്ലേ എന്നൊക്കെ ചെയ്യും. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പോലും ആദ്യം ഈ ചങ്ങാതി ഭയങ്കര ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി അതിൻ്റെ കുറച്ച് കലാപരിപാടി കാണാൻ വേണ്ടിയിട്ട് ഒരു രസമാണ്. പിന്നെ രണ്ടാമത് പെട്ടെന്ന് പോകരുതെന്ന് വിചാരിക്കുന്ന ആള് ജിൻഡോ സീരിയസ് മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ കിടന്ന് ഉറങ്ങണ്ടല്ലോ, അത് ഉറങ്ങാണ്. പിന്നെ ജിൻഡോ ഇന്നലത്തെ ഒരു പ്രശ്നം ബിഗ് ബോസ് വളരെ സീരിയസ് ആയിട്ടുള്ള, അത് ടിവിയിലൊന്നും എപ്പിസോഡിലൊന്നും കാണിക്കില്ല തോന്നുന്നു, കാണിച്ചിട്ടുമില്ല. മറ്റേ ബാത്റൂമിക്ക് ബോഡി ഷോ ആണെങ്കിൽ ബാത്റൂമിക്ക് വരാൻ പറഞ്ഞല്ലോ യമുനയോട്. അപ്പോൾ ജിൻഡോ പക്ഷേ എന്താ പറയുക, ഇന്ന് ബിഗ് ബോസ് യമുനേനെയും ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിച്ചപ്പോൾ യമുനോട് പറഞ്ഞു, ഇത് പ്രശ്നം നിങ്ങൾ എങ്ങനെയാണ് എടുക്കണം. അപ്പോൾ യമുന പറഞ്ഞു, എനിക്കത് പ്രശ്നം തന്നെയാണ്, സോറി പറഞ്ഞുകൊണ്ടൊന്നും എനിക്ക് മതിയായിട്ടില്ല. ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണിക്കരുത്. എന്നിട്ട് ജിൻഡോനെ രണ്ടാമത് വിളിച്ചു, ജിൻഡോനോട് പറഞ്ഞു ഇനി മേലാൽ ആവർത്തിക്കരുത്. അപ്പോൾ ജിൻഡോ സോറി ഒക്കെ പറഞ്ഞു കേട്ടോ. അത് അങ്ങനെ ഒരു സീൻ ഉണ്ടായിട്ടുണ്ട്. ജിൻഡോ എന്നിട്ട് യമുനോട് പോയി സംസാരിച്ച് മാപ്പൊക്കെ പറഞ്ഞു, അതങ്ങനെ സോൾവ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇനി വേറൊരു സംഭവം നടക്കുന്നുണ്ട്. ജാസ്മിൻ
ജാസ്മിൻ ഗബ്രി ഒരു ഫ്രണ്ട്ഷിപ്പ്. നൂറി ഫ്രണ്ടായിരുന്നു. നൂറ ഇന്നലത്തെ ടാസ്കിൽ നൂറ ഭയങ്കര സെൻസിറ്റീവാന്ന് തോന്നുന്നു. ഇന്നലത്തെ ടാസ്കിൽ ജാസ്മിൻ നീ ടാസ്കിൽ ഓപ്പോസിറ്റ് ടീമല്ലേ, എങ്ങനെ ഓപ്പോസിറ്റ് ടീമാകുമ്പോൾ എല്ലാ ബിഗ് ബോസിലും എല്ലാ സീസണിലും ഓപ്പോസിറ്റ് ടീമാകുമ്പോൾ ഫ്രണ്ട്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീത്ത വിളിക്കേണ്ടി വരും. അപ്പോൾ ജാസ്മിൻ അതിലെനിക്ക് ജാസ്മിൻ്റെ ഭാഗത്ത് തെറ്റ് തോന്നിയില്ല. നൂറേനെ ജാസ്മിൻ പറഞ്ഞു ഇമോഷണലി ഭയങ്കര വീക്കാണ് എന്നുള്ളത് പറഞ്ഞു. ആ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇവള് തെറ്റി, ഇവള് എന്തൊരു പ്രശ്നം അറിയാം നൂറയ്ക്ക്. പക്ഷെ ജാസ്മിനും ആള് മോശമില്ലല്ലോ, അതുകൊണ്ട് ജാസ്മിന് വലിയ ഇതിനൊന്നും പോയില്ല. അവരിപ്പോ ഗബ്രിയും ഗബ്രിയും ജാസ്മിനും ആണ് ഫ്രണ്ട്സ്. മറ്റേ അതേപോലെ അവരെ കൂടെ ഒരാളും കൂടി കൂടിയിട്ടുണ്ട്. ആരാണ് നമ്മളെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഇല്ലേ, റസ്മിൻ കോമണർ. റസ്മിൻ സ്ട്രോങ്. പക്ഷെ റസ്മിൻ ഇപ്പൊ ജാസ്മിന്റെ കൂട്ടാ. അപ്പൊ നൂറ ഇവരുടെ കൂടെ ഇല്ല. ഇനി ജാസ്മിനും ഗബ്രിയും തമ്മിൽ ലവ് ട്രാക്ക് ആണോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. രാത്രിയത്തെ സംസാരമൊക്കെ കാണിക്കുമ്പോൾ 4 ദിവസം കൊണ്ട് എന്ത് ലവ് ട്രാക്കാ. പക്ഷെ എന്തൊക്കെയാ കാണിക്കുന്നത്. വേറെ കാര്യം പറ്റേ, ഇതൊക്കെ കോണ്ടന്റ് ഉണ്ടാക്കുകയാണ്, ഇതൊക്കെ വിഷയം ഉണ്ടാക്കുകയാണ് ക്യാമറ സ്പേസിന്. ഫസ്റ്റ് നോക്കുമ്പോൾ പേളിഷ്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ എന്താ പറയുക ദിൽറോബ് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്രാവശ്യം ഇതൊക്കെ കണ്ടുവന്നിട്ട് അവർക്ക് ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയാലോ. അവരതിൻ്റെ ഉള്ളിൽ ഒരു ലവ് ട്രാക്ക് പോലെ ഒരു പരിപാടി ഇപ്പോൾ രാത്രിക്ക് ഇരുന്നിട്ട് എന്തൊക്കെ പരിപാടിയാണ് കാണിക്കുന്നത്. അതൊക്കെ കാണിക്കുന്ന അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഏഷ്യാനെറ്റിനും വളരെ ഏഷ്യാനെറ്റ് അത് പ്രോമോ ആക്കി. ഏഷ്യാനെറ്റ് പ്രോമോ ആക്കുന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അവർക്കും അതിൻ്റെ ഉള്ളിൽ സംഗതി. പിന്നെ രാത്രി ഇങ്ങനെയൊക്കെ സംസാരിക്കും, വിളിക്കും, ഞാൻ വിളിച്ചോ ഞാൻ പോണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും അഭിനയമൊക്കെ കളിച്ച് എല്ലാവരും. എന്നിട്ട് ഈ പാവം കാണുന്ന ആൾക്കാർ ലവ് ട്രാക്ക് എന്ന് പറയുന്നതിന് പുറത്തിറങ്ങിയാൽ പറയും ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിക്ക് സംസാരിച്ചൂടെ, ഞങ്ങള് ഫ്രണ്ട്സ് അല്ലേ, ഈ വർത്താനം അവരെ ഭാഗത്തുനിന്ന് ഞങ്ങള് ഫ്രണ്ട്സ് അല്ലേ ചോദിക്കും. ഫ്രണ്ട്ഷിപ്പ് തന്നെ ആയിക്കോട്ടെ, പക്ഷെ കളി കണ്ടാ ഫ്രണ്ട്ഷിപ്പ് പോലെ തോന്നുന്നില്ല. ഒരു കാര്യം അത് കണ്ടന്റ് ആണ്, അതിന് വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനല്ല. അല്ലെ 4 ദിവസം കൊണ്ട് എന്തുണ്ടാവണ്. എന്തായാലും മുന്നക്കായനെ എല്ലാവരും. അതിന് വേറെ പലരുണ്ട്, സിജോ, അർജുൻ, ഇവരൊക്കെ ഭയങ്കര അങ്ങനത്തെ കളിയല്ല കേട്ടോ. അവരൊന്നും ആ ഒരു ട്രാക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള നേരെയുള്ള കളിയാണ്. അത്യാവശ്യം വേറെ കാര്യം ഇപ്പൊ ജാസ്മിൻ ആണെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് അത്യാവശ്യം നല്ല പ്ലെയർ ആണ്. ഒന്ന് ഗബ്രി ആണെങ്കിലും ഇൻഡിവിജ്വൽ നല്ല അഭിപ്രായമുള്ള വ്യക്തവും സ്പഷ്ടമായിട്ട് സംസാരിക്കുന്ന, എനിക്ക് അവന്റെ മാനറിസം, ചുണ്ടിന്റെ വിവരം ഉണ്ട്. അവൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണെങ്കിലും, അവൻ മലയാളം, ഇംഗ്ലീഷ്, ഏത് ലാംഗ്വേജ് അവൻ പറയുന്ന സെന്റൻസസ് ആണെങ്കിലും ആ ഫ്രെയിം ചെയ്ത നല്ല രീതിയിൽ അവൻ ഡെലിവറി ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ സംസാരം ഡെലിവറി ചെയ്യാനും നല്ല രീതിയിൽ പെർഫോമൻസിൻ്റെ ഉള്ളിൽ കാഴ്ചവെക്കാനും കഴിവുള്ള ഒരു ചങ്ങാതി. ഒരാൾ അവനൊരു ഭാഗത്ത്, മറുഭാഗത്ത് ജാസ്മിനും അതെ നല്ല രീതിയിൽ നല്ല കോണ്ടന്റ് തരുന്നത്. ഇത് രണ്ടും കൂടി കൂടിയിട്ട് അവസരം എന്താ വെച്ചാൽ ഈ ലവ് ട്രാക്ക് എനിക്കെന്തുകൊണ്ടോ ഈ ആർട്ടിഫിഷ്യൽ ലവ് പേളി ശ്രീനിഷിന്റെ കേസാണെങ്കിൽ നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടുമായിരുന്നു അല്ലേ, ആ ഒരു സംഭവത്തോട്. ഇതെന്താ വെച്ചാൽ 4-ാം ദിവസം ഇവർ പ്രഹസനം കാണുന്ന സമയത്ത് ഇവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കണമായിരുന്നു. ഇൻഡിവിജ്വൽ കളിച്ചാൽ ആ ചെക്കൻ്റെ കളി അറ്റ്ലീസ്റ്റ് കാണുന്നു. അവൻ ആ എന്ത് സ്ട്രോങ് ആയിട്ട് അവൻ പോയിട്ട് രതീഷിനോടൊക്കെ സംസാരിച്ച് മെച്യൂരിറ്റിയിൽ ആ പ്രായത്തിന്റെ മാത്രമല്ല. എനിക്ക് തോന്നുന്നു ഈ ഗെയിമിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ലോണം കയറി വരും കേട്ടോ അർജുൻ. കാരണം അവനെ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. സിജോ ഓൾറെഡി ഇപ്പൊ സിജോക്ക് പവർ റൂമിൽ കയറണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നീട്ടിട്ട് നിൽക്കുന്ന ആളാണ്. പവർ റൂമിൽ കയറി എന്തൊക്കെയോ ചെയ്യുന്നു പറഞ്ഞാൽ സിജോ നിൽക്കണം. സിജോന്റെ ടീം ഇപ്പൊ പവർ റൂമിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലാസ്റ്റ് നടന്ന ഗെയിമിൽ സിജോന്റെ ടീം തന്നെ കേട്ടോ ജയിച്ചിരിക്കണം. അപ്പൊ മിക്കവാറും അവരെന്നെ ആയിരിക്കും പവർ റൂമിൽ കയറാൻ ചാൻസ്. സിജോന്റെ ടീമിൽ 4 പേര് 5 പേരുണ്ട്, അവരെന്നെ ആയിരിക്കും പവർ റൂമിൽ കയറാനുള്ള ചാൻസ്. അപ്പൊ അറിയാം എങ്ങനെയുണ്ടെന്ന്. ഏകദേശം 13-14 മിനിറ്റ് ആയി. നമ്മൾ 8 മിനിറ്റ് മുമ്പ് 10 മിനിറ്റ് നിർത്തുന്ന വിചാരിച്ചാണ് അല്ലേ ഇത് പറഞ്ഞില്ല. അപ്പോൾ ഇതാണ് സ്ഥിതി. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഈ വീഡിയോ ഞാൻ നിങ്ങൾ നാളെ രാവിലെയാണ് ഈ വീഡിയോ കാണുക. തലേദിവസത്തെ റൗണ്ടപ്പ് പോലെ പോകുന്നു. മറ്റുള്ള സോഷ്യൽ ഇഷ്യൂസ് ഞാൻ ഇതിലൂടെ റിയാക്ട് ചെയ്യും. ഇവളുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ്, ലൈവ് അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ അല്ലേ ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് കേട്ടോ. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ.